പവർ ഓഫ് പവേഴ്സ്, അതായത് കൃതിയുടെ കൃതി എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒറ്റ കൃതിയായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തേത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4 സ്ക്വയർ ദ ഹോൾ ക്യൂബ്. നമുക്കറിയാം x റേസ് ടു m ദ ഹോൾ റേസ് ടു n ഈസ് x റേസ് ടു m ഇൻറ്റു n, അതായത് x റേസ് ടു mn ആണ്. അപ്പോൾ 4 സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 റേസ് ടു 2 ഇൻറ്റു 3 ആയിരിക്കും. 4 റേസ് ടു 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 6 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1/2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 4. 1/2 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2 റേസ് ടു 3 ഇൻറ്റു 4 ആയിരിക്കും അല്ലേ? 1/2 റേസ് ടു 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 12. ഓക്കെ, 3 ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 9 റേസ് ടു 4. 3 ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 റേസ് ടു 3 ഇൻറ്റു 2, ദാറ്റ് ഈസ് 3 റേസ് ടു 6. 9 റേസ് ടു 4 എന്ന് പറഞ്ഞാലോ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പോൾ 9 റേസ് ടു 4 എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 ആണല്ലോ. അപ്പോൾ ഇത് എന്ത് കിട്ടും? 3 റേസ് ടു 6 ഇൻറ്റു 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാലോ 3 റേസ് ടു 2 ഇൻറ്റു 4, ദാറ്റ് ഈസ് 3 റേസ് ടു 8. 3 raised to 6 into 3 raised to 8 or 3 raised to 14. Okay, 2 cube the raised to 4 into 2 raised to 6. 2 cube the raised to 4 എന്ന് പറയുന്നത് 2 raised to 3 into 4, അതായത് 2 raised to 12 ആണ്, into 2 raised to 6. 2 raised to 12 into 2 raised to 6, 2 raised to 18. Okay, അടുത്ത ക്വസ്റ്റ്യൻസ് വിവിധ സംഖ്യകളുടെ കൃതികളായിട്ട് എഴുതുക, അതായത് റൈറ്റ് ആസ് പവേഴ്സ് ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 raised to 8. 3 raised to 8 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 ആണ് അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണല്ലോ. അപ്പോൾ 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 4നെ നമുക്ക് 9 റേസ് ടു 4 എന്ന് എഴുതാലോ. അതുപോലെ 3 raised to 8 എന്ന് പറഞ്ഞാൽ 3 raised to 4 ദ ഹോൾ സ്ക്വയറും ആണല്ലോ. 3 raised to 4 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ 3 raised to 8നെ നമുക്ക് 81 സ്ക്വയർ എന്നും എഴുതാലോ. അപ്പോൾ 3 raised to 8നെ നമുക്ക് 9 raised to 4 എന്നും 81 സ്ക്വയർ എന്നും എഴുതാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 raised to 15. 2 raised to 15 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ദ ഹോൾ റേസ് ടു 5 ആണല്ലോ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 8 raised to 5 എന്ന് എഴുതാം അല്ലേ? അതുപോലെ 2 raised to 15 എന്ന് പറഞ്ഞാൽ 2 raised to 5 ദ ഹോൾ ക്യൂബ് എന്നാണല്ലോ. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ 2 raised to 15നെ നമുക്ക് 32 ക്യൂബ് എന്നും എഴുതാം അല്ലേ? അപ്പോൾ 2 raised to 15നെ 8 raised to 5 എന്നും 32 ക്യൂബ് എന്നും നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, 4 raised to 6. 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അപ്പോൾ 4 raised to 6 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ദ ഹോൾ റേസ് ടു 6 ആയിരിക്കും. 2 സ്ക്വയർ ദ ഹോൾ റേസ് ടു 6 എന്ന് പറഞ്ഞാലോ 2 raised to 2 into 6, 2 raised to 12 ആയിരിക്കും. അതുപോലെ 4 raised to 6 എന്ന് പറയുന്നത് 4 സ്ക്വയർ ദ ഹോൾ ക്യൂബും ആണല്ലോ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. അപ്പോൾ 4 raised to 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ക്യൂബ് എന്നും എഴുതാം. അതുപോലെ 4 raised to 6 എന്ന് പറയുന്നത് 4 ക്യൂബ് ദ ഹോൾ സ്ക്വയറും ആണല്ലോ. 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. അപ്പോൾ 4 raised to 6നെ നമുക്ക് എങ്ങനെയും എഴുതാം? 64 സ്ക്വയർ എന്നും എഴുതാം. അതുപോലെ 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ അല്ലേ? അപ്പോൾ 64 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 8 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ 8 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 raised to 2 into 2 അല്ലേ? ദാറ്റ് ഈസ് 8 raised to 2 into 2 എന്ന് പറയുന്നത് 8 raised to 4 ആണ്. അപ്പോൾ ഈ 4 raised to 6നെ നമുക്ക് എങ്ങനെയും എഴുതാം? 8 raised to 4 എന്നും എഴുതാം. അപ്പോൾ 4 raised to 6നെ 2 raised to 12 എന്ന് എഴുതാം, 16 ക്യൂബ് എന്ന് എഴുതാം, 64 സ്ക്വയർ എന്ന് എഴുതാം, 8 raised to 4 എന്നും എഴുതാം. ഓക്കെ, 5 raised to 12. 5 raised to 12നെ നമുക്ക് 5 സ്ക്വയർ ദ ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് 25 raised to 6 എന്ന് എഴുതാം. അതുപോലെ 5 raised to 12നെ നമുക്ക് 5 raised to 6 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. 5 raised to 6 എന്ന് പറഞ്ഞാൽ എത്ര? 15,625. അപ്പോൾ 5 raised to 12നെ നമുക്ക് 15,625 സ്ക്വയർ എന്നും എഴുതാം. അതുപോലെ 5 raised to 12നെ നമുക്ക് 5 ക്യൂബ് ദ ഹോൾ റേസ് ടു 4 എന്നും എഴുതാലോ. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125. അപ്പോൾ 5 raised to 12നെ നമുക്ക് 125 raised to 4 എന്നും എഴുതാം. അതുപോലെ 5 raised to 12നെ നമുക്ക് 5 raised to 4 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാലോ. 5 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625. അപ്പോൾ 5 raised to 12നെ നമുക്ക് 625 ക്യൂബ് എന്നും എഴുതാം.
അപ്പോൾ 5/12 നമുക്ക് 25/6 എന്ന് എഴുതാം. 15,625 സ്ക്വയർ എന്ന് എഴുതാം. 125/4 എന്ന് എഴുതാം. 625 ക്യൂബ് എന്നും എഴുതാം. ഓക്കെ.